ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോണ്ടയുടെ CDDLX വണ്ടി. അതിൻ്റെ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ എഞ്ചിൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ബൈക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസും മാറ്റുന്ന പാർട്സുകളുടെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് എഞ്ചിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാമേജ് വന്നായിരുന്നു. അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ ഒരു പ്രാവശ്യം ബോർ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളത് ക്രാങ്ക് ഷാഫ്റ്റ് അതിനോടനുബന്ധിച്ച് വന്ന ഭാഗങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുതിയത് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യണത്. അതായത് ഗ്യാരണ്ടി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ കേസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാണ് സെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് വന്ന പാർട്സുകളൊക്കെയാണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മൂന്ന് ഐറ്റം നമ്മൾ ലെയ്ത്തിൽ റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് ഈ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. അതിൻ്റെ ഈ സൈഡിൽ വന്ന ബെയറിങ്ങുകൾക്ക് മാത്രമാണ് അതിന് കംപ്ലയിൻറ്റ് ഉണ്ടായുള്ളൂ. ആ ക്യാം ഷാഫ്റ്റിന് വേറെ പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കംപ്ലയിൻ്റ് ഉള്ള സൈഡ് ബെയറിങ്ങുകൾ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റാണത്. ക്ലച്ച് ഔട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നിലവിൽ വേറെ വീലുകൾക്കൊന്നും പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഈ അലുമിനിയം ഈ കവർ ക്ലച്ച് ഡിസ്ക് കിടക്കുന്ന ഈ പീസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ലെയ്ത്തിൽ ചെയ്തേക്കുന്ന വർക്കാണ്. പിന്നെ ഈ ഹെഡിൻ്റെ ഈ വാൽവ് മാറ്റി വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ വാൽവിൻ്റെ ഒരു ഗൈഡും ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഹെഡ് പഴയ തന്നെയാണ്. ശരിക്കും ഹെഡിന് അങ്ങനെ കംപ്ലയിൻറ്റ് വേറെ വരില്ല. അതിൻ്റെ വാൽവ് ഗൈഡും വാൽവുമാണ് നമുക്ക് പ്രോബ്ലം വരാം. അപ്പോൾ അത് നമ്മൾ വാൽവും ഗൈഡും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയത്തെ പാർട്സുകളൊക്കെ തന്നെ നമുക്ക് റീപ്ലേസ് ആണ് ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരുവിധം പഴക്കമുള്ള വണ്ടിയാണ്. അതും പ്രകാരം നമ്മളത് ക്ലിയർ ആയിട്ട് തന്നെയാണ് ചെയ്തു പോകണം. ഇപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി പാടിയാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് അതിന് വരുന്നത് 3775 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. സിലിണ്ടർ പിസ്റ്റൺ കിറ്റാണ് വന്നത്. കിറ്റിന് നമുക്ക് 2250 രൂപയാണ് അതിൻ്റെ റേറ്റ് വരാം. പിന്നെ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ഇതുമ്പോൾ വണ്ടിയുമ്പോൾ കിടന്നിരുന്നത് ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. MK എന്ന ഒരു ബ്രാൻഡിൻ്റെ കുറഞ്ഞ ക്ലച്ച് ഡിസ്ക്കാണ്. അത് നമ്മൾ കമ്പനി ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് നല്ല ഭാഗങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് വന്നത് നമുക്ക് 392 രൂപയാണ് 4 ക്ലച്ച് ഡിസ്ക് കിറ്റായിട്ട് വരും കേട്ടോ. അതേപോലെ തന്നെ പ്ലേറ്റിനായാലും 45 രൂപയാണ് ഒരെണ്ണം വന്നത്. 3 എണ്ണം വന്നുണ്ട്. അതിനകത്ത് 135 രൂപ വന്നുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ടൈമിംഗ് ചെയിൻ, അതിന് ക്യാം ചെയിൻ എന്നാണ് പറയാം. അത് കിറ്റോപ്പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് 450 രൂപ ഉണ്ട്. അതിനകത്ത് ടൈമിംഗ് ചെയിന് അതിൻ്റെ വീലുകളും അതിൻ്റെ സ്പ്രിങ് അതിനോട് ബന്ധിച്ച് വന്ന ഭാഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ബെയറിങ്ങുകളാണ് ഇതൊക്കെ. അതിനകത്ത് ഒരെണ്ണം 100 രൂപ 92 രൂപ അങ്ങനെ നമുക്ക് 4 ബെയറിംഗ് ഉണ്ട് ഗിയർ ബോക്സിനകത്ത്. അതിന് ക്ലച്ച് ലിഫ്റ്ററിൻ്റെയും ഒരു ബെയറിങ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഞ്ചിനകത്തേക്ക് വന്ന അതിൻ്റെ റിങ് ഐറ്റംസ് റിങ് റബ്ബർ ടൈപ്പ് ആയിട്ടാണ് അത്. അതൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് മാറ്റുന്നുണ്ട്. ഗിയറിൻ്റെ ഷിഫ്റ്റ് ഡ്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഡൗൾ പിന്നുകൾ, ഓറിങ്ങുകൾ, അതിൻ്റെ ന്യൂട്രൽ പ്ലേറ്റ്, എയർ ഫീൽഡ് ഗ്യാസ്കറ്റ് അതൊക്കെയാണ് നിലവിൽ ചെയ്തിട്ട്. ഈ ഗിയർ ഫോർക്കിൻ്റെ പിന്നൊക്കെയാണ്. അതൊക്കെ അത്യാവശ്യം നമ്മൾ അതിനോടനുബന്ധിച്ച് അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ എഞ്ചിൻ നല്ല പക്കയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് മാറ്റുന്ന പാർട്സുകൾ ഇതൊക്കെയാണ്. ക്ലച്ച് ഔട്ടറിൻ്റെ കേസ് പറഞ്ഞല്ലോ. ക്ലച്ച് ഔട്ടറിൻ്റെ ഇതേപോലെ അതിൻ്റെ കവർ നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പ്ലേറ്റൊക്കെ മാറുന്നുണ്ട്. സിലിണ്ടർ പിസ്റ്റണൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് വരാം. 3775 രൂപ വന്നിട്ട് ഈ യൂണിറ്റിനാണ്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളോട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളത് റീപ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് തന്നെ വർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസുകളുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാനത് വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയത്തെ കംപ്ലയിൻസും അതിന് എത്ര കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിലവിൽ ആയേക്കണ എമൗണ്ടും നിലവിൽ ബാക്കിയുള്ള വർക്കുകൾക്ക് എത്ര കോസ്റ്റ് വരുന്നു നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വാട്സാപ്പിൽ തന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഓക്കെ.